എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാരാഹി അമ്മയുടെ ഈ ഒരു പുതിയ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മൾക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു ദേവിയുടെ ബ്ലെസ്സിങ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു 10 പേർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താ തെറ്റെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതിൽ നിങ്ങളൊപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ മെയിനായിട്ടും എനിക്ക് ഇന്ന് ഈ ഒരു ചാനലിൽ പറയാനുള്ള കാര്യം, ഞാൻ പ്രീവിയസ് 2-3 വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വാരാഹി അമ്മയുടെ പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പൂജ നിർബന്ധമാണോ, പ്രത്യേക ദിവസം ഏതാണ്, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഓരോ വീഡിയോസിനകത്തും ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അതായത് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഓരോ ചാനലിലും വരുന്നത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത്. അപ്പോൾ വരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹരൂപം പൂണ്ട മൃഗരൂപം പൂണ്ട ദേവിയാണ്. ദേവി ആ മൃഗരൂപം പൂണ്ട ദേവി ആയതുകൊണ്ട് തന്നെയും ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ദേവി പലപ്പോഴും വരാഹി ദേവിയുടെ ബ്ലെസ്സിങ്സ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത്, ആദ്യം തന്നെ പറയട്ടെ, വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ നമ്മളൊരു കാര്യം ചെന്ന് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അത് നമുക്ക് എല്ലാവർക്കും ബോധ്യമായ ഒരു കാര്യമാണ്, അല്ലേ? നമ്മളെ സൃഷ്ടിച്ച ദേവി, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം, നമ്മളെ ഓരോ ആളുകൾക്കും ഓരോ കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ആ ഒരു കർമ്മത്തിൽ എത്തേണ്ടി വരുന്ന ആ ഒരു സ്റ്റേജ് വരെ എന്തൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് പ്രതിസന്ധികളാവട്ടെ അല്ലെങ്കിൽ നല്ല സന്തോഷകരമായ കാര്യങ്ങളാവട്ടെ, എല്ലാം കൂടി കലർന്ന ഒരു ജീവിതമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും നമ്മൾ ദൈവത്തെ മറന്നുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും ദൈവത്തെ ചേർത്ത് പിടിക്കുക, അതാണ് ഏറ്റവും വലുത്. നമ്മൾക്ക് ഇങ്ങനൊരു അനുഗ്രഹം ദൈവം മനഃപൂർവ്വം തന്നു എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. അത് സ്വാഭാവികമായി എല്ലാവരിലും അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ചിലർക്ക് ആ ഒരു പ്രതിസന്ധി താങ്ങാനാവുന്നതിനപ്പുറമായിരിക്കാം, പല രീതിയിലായിരിക്കും. ചില പ്രതിസന്ധി എല്ലാ കാര്യങ്ങളും ഉണ്ട്, പണമുണ്ട്, ഫാമിലിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ചതിക്കപ്പെടുമ്പോൾ അവർക്ക് അത് വേറൊരു രീതിയാണ്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും 4 പേരോട് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളുടെ ഭർത്താവാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആവട്ടെ, ആരാണോ നിങ്ങൾക്ക് വിശ്വാസം, അവരോട് ചോദിച്ച് കഴിഞ്ഞ്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളോട് ചോദിച്ച് അറിഞ്ഞ് മാത്രമേ അതിലേക്ക് എടുത്ത് ചാടാവൂ. അതെടുത്ത് പറയുന്നു. നമ്മളിൽ ഓരോരുത്തരും ആലോചിച്ച ശേഷവും ഒരു തീരുമാനം എടുത്താലും ഇങ്ങനെയൊരു കാര്യം സംഭവിക്കും. പക്ഷേ ഏറെക്കുറെ നമുക്ക് ഒഴിവാക്കാം. അത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ദേവിയുടെ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ അപ്രതീക്ഷിതമായ രീതിയിലായിരിക്കും നമുക്ക് അനുഗ്രഹം വന്നു ചേരുക. അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, രോഗശമനം, കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തവർ, അതുപോലെ പല രീതിയിലുള്ള രോഗങ്ങൾ, ക്യാൻസർ മൂലം അനുഭവിക്കുന്നവർ, ഒട്ടനവധി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു ദേവീ മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ദേവിയുടെ ആ ഒരു മന്ത്രം ഉരുവിടുമ്പം പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്. അത്രയും ശക്തിയാർന്ന ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമ്പോൾ പലരും പറയാറുണ്ട്, അനുഗ്രഹം ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള പൂജകൾ ചെയ്യണമെന്ന്. അങ്ങനെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ദേവിക്ക് പ്രത്യേക പൂജകളോ നിഷ്ഠകളോ ഒന്നും തന്നെയില്ല. ദേവിയുടെ മന്ത്രം ഉരുവിടുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അശുദ്ധമായിരിക്കുന്ന ടൈമിൽ ജപിക്കാവോ എന്ന് പലരും ചോദിച്ചിരുന്നു. അങ്ങനെ ജപിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. നോൺ വെജ് കഴിച്ചാലും നിങ്ങൾ എന്തായാലും ശുദ്ധി ഒന്ന് വരുത്തിയ ശേഷമായിരിക്കുമല്ലോ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ധ്യാനിച്ചാൽ മതി. അശുദ്ധമായിരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ധ്യാനിക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. ദേവിയുടെ ഫോട്ടോ ഇല്ലാതെ, അല്ലെങ്കിൽ ദേവിയുടെ ഒരു ഫോട്ടോയുടെ മുന്നിൽ വിളക്ക് കത്തിക്കാതെ എങ്ങനെയാണ് ജപിക്കുക എന്നും പലരും ചോദിച്ചിരുന്നു. അത് നിങ്ങൾ തെറ്റായി ചിന്തിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളാണ്. ഇപ്പോൾ അന്യദേശത്തുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഒരു ഫോട്ടോ കിട്ടാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഫോണിൽ ഫോട്ടോസ് എന്തായാലും ഗൂഗിൾ ചെയ്താൽ കിട്ടുമല്ലോ.
ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് ധ്യാനിച്ചാലും മതി. വിളക്ക് തെളിയിച്ച് തന്നെ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചൊല്ലുന്ന മന്ത്രം കൃത്യമായിരിക്കണം, കൃത്യമായ കൗണ്ടിലായിരിക്കണം നിങ്ങൾ ജപിക്കേണ്ടത്. അത് തെറ്റുകൂടാണ്ട് ജപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തിരിച്ചാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കും. അതുകൊണ്ട് തെറ്റുകൂടാണ്ട് ജപിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ദേവിയുടെ ഇന്നത്തെ മന്ത്രം ഏതാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. നിങ്ങൾ കഴിവതും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും പറയുക. ഈ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരും, നിങ്ങൾക്കത് കാണാൻ കഴിയും. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മന്ത്രം ഏതാണെന്ന് പറയാം. 21 തവണയാണ് ജപിക്കേണ്ടത്. ഓം ജഗദംബായ നമഃ. 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 ഓം ജഗദംബായ നമഃ.
ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ. ഓം ജഗദംബായ നമഃ.